നമുക്ക് വേണ്ടി ഉണരുന്ന ഒരു ദൈവം. ഇന്നത്തെ ചിന്ത അതായിരിക്കട്ടെ. ആ ചിന്തയോടെ നമുക്ക് ഈ ഒരു പുതിയ ദിവസം ആരംഭിക്കാം. യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നാം വായിക്കുന്നു. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. യോബിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും വളരെ നന്നായിട്ട് അറിയാം. ആ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ശൂഹ്യനായ ബിൽദാദിന്റെ വാക്കുകളാണ് ഇവിടെ നമുക്ക് വായിപ്പാൻ ഇടയായി തീർന്നത്. ആ വാക്യത്തിൽ ശ്രദ്ധേയമായ 1-2 കാര്യങ്ങളുണ്ട്. നമ്മോടുള്ള ചില നിർദ്ദേശങ്ങളും ആ നിർദ്ദേശം പാലിക്കുന്നവർക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് നിർദ്ദേശം? ദൈവത്തെ 1 നമ്മൾ ശ്രദ്ധയോടെ അന്വേഷിക്കണം. 2 സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സങ്കടം അവനോട് ഉണർത്തിക്കണം. മറ്റൊന്ന്, നിർമ്മലതയോടും നേരോടും കൂടെ നാം നമ്മുടെ ജീവിതയാത്ര നയിക്കണം. ഈ കാര്യങ്ങൾ നാം ചെയ്താൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നാം ചെയ്യേണ്ട കാര്യം ചെയ്താൽ, ദൈവവചനം നമ്മോട് നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ നാം നിവർത്തിച്ചാൽ ദൈവം തൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അതുമാത്രമല്ല, അങ്ങനെ ഉണർന്ന് നമുക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത് എന്നടുത്ത വാക്യം നമുക്ക് കാണുന്നു. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനത്താക്കും. അത് മാത്രമല്ല, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നിയാലും നിന്റെ അന്ത്യസ്ഥിതി അത് അതിമഹത്തായിരിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നമ്മുടെ ഭാവിയെക്കുറിച്ച്, തലമുറയുടെ ഭാവിയെക്കുറിച്ച്, ജീവിതത്തിൽ നാളെയെക്കുറിച്ച് പലപ്പോഴും വ്യാകുലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം ഇവിടെ വായിച്ചതുപോലെ നമ്മുടെ പൂർവസ്ഥിതി അല്പമായി നമുക്ക് തോന്നാം. പക്ഷേ നാം ദൈവസന്നിധിയിൽ നേരോടെ, നിർമ്മലതയോടെ, അവന്റെ മുമ്പിൽ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നാൽ നമുക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്താക്കി തീർക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവിനാൽ ശ്രദ്ധയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവെ, ഞങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്താക്കി തീർക്കുന്ന ആ ദൈവകരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you. Have a nice day.